ഇപ്പോഴത്തെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് LPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറയുന്നു. എന്നാൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഇനി ഉണ്ടാവില്ല. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. പരിഗണിക്കാമെന്നുള്ള വാഗ്ദാനമാണ് ലഭിച്ചത് എന്ന് ഉദ്യോഗാർത്ഥി വളർമതി പറഞ്ഞു. എന്നാൽ എത്ര സമയം കൊണ്ട് പൂർത്തിയാകുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് മന്ത്രിയോട് സൂചിപ്പിച്ചതായും വളർമതി പറഞ്ഞു. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ട റേഷ്യോ കുറയ്ക്കുക എന്നുള്ള കാര്യം എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. തീർച്ചയായും റേഷ്യോ കുറച്ചാൽ മാത്രമേ നിയമനങ്ങൾ സാധ്യമാവുകയുള്ളൂ. അത് പരിഗണിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയായിരുന്നു. അത് തീർച്ചയായിട്ടും പരിഗണനയിലാണ്. തീർച്ചയായും അത് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച് ഞങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ സമരവുമായി തന്നെ ഇവിടെ മുന്നോട്ട് പോകും. പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സമരം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർന്നു കൊണ്ടുപോകും. ശരി, ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഇനിയും തെരുവിലിരുന്ന് മണ്ണ് തിന്നേണ്ട ഒരു ഗതികേടിലേക്ക് ഉദ്യോഗാർത്ഥികൾ പോകാൻ പാടില്ല. മന്ത്രിയെ കണ്ടു, അവരുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? ഇനി മുന്നോട്ട് ഈ സമരം ഏത് തരത്തിൽ കൊണ്ടുപോകാനാണ് ഗോപാൽ ഇവരുടെ തീരുമാനം? ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട്. അവരുടെ വാക്കുകളിൽ നമുക്ക് ആ പ്രത്യാശ കാണാനും സാധിക്കും. ഇന്നലെയാണ് LPSC ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ടത്. ഈ 1:25 അനുപാതം പാലിക്കണമെന്നും അതിനോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. അതിൽ ഈ അനുപാതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ ചുമതലപ്പെടുത്താമെന്ന ഉറപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബാക്കി വിഷയങ്ങൾ പരിഗണിക്കാമെന്നും അവരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അനുഭാവപൂർവമായ മറുപടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഒരു പരസ്യ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ, കഴിഞ്ഞ ദിവസം കണ്ട പോലെ മുട്ടുകുത്തി പ്രകടനം അല്ലെങ്കിൽ ഈ മണ്ണുവാരി തിന്നൽ പ്രതിഷേധം അടക്കമുള്ള അങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നിരിക്കുന്നത്. പകരം ഇവർ ഇത്രനാളും അവിടെ ഒരു ധർണ എന്ന രീതിയിൽ ഇനിയുള്ള നാളുകളിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ പ്രപ്പോസലിന്റെ ഭാവി എന്താണ്, എത്ര നാളുകൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നത് കണ്ടറിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഈ പ്രതിഷേധം തുടരുമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം തന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരം വിട്ട് അല്ലെങ്കിൽ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് വിട്ടവർ പോകാൻ തയ്യാറല്ല. ഈ പ്രതിഷേധവുമായി അവിടെ തന്നെ തുടരും. എന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു വീഴ്ചയോ ഈ ഉറപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ വീണ്ടും കടുത്ത ശക്തമായ സമര പരിപാടിയിലേക്ക് പോകാനാണ് അവരുടെ തീരുമാനം. ശരി.